സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ഡൊണാൾഡ് ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലയളവ് അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇനിയൊരിക്കലും മറ്റൊരു രാഷ്ട്രം ഇറാനെതിരെ ആക്രമണത്തിന് മുതിരരുതെന്ന് പഠിപ്പിക്കാൻ യുദ്ധം തുടരേണ്ടത് ആവശ്യമാണെന്ന് IRGC ഉപദേശകൻ മുഹമ്മദ് റേസ നഖ്വി വ്യക്തമാക്കി. ഈ വരുന്ന ഞായറാഴ്ച ജൂണിൽ ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ സമയപരിധി അവസാനിക്കാനിരിക്കെ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ പറഞ്ഞു. 60 ദിവസത്തെ കാലയളവ് നീട്ടാൻ സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. അമേരിക്കയെയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമുസിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് ആവർത്തിച്ചു. അതിനിടെ തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപിന്റെ താമസം കെട്ടിടത്തിന്റെ ഏതു നിലയിലാണെന്ന് വരെയുള്ള വിവരങ്ങൾ ഇറാൻ അറിയാമായിരുന്നുവെന്ന് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ട്രംപിന്റെ വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതിനാലാണ് ട്രംപ് ജൂലൈ 8 വിമാനം മാറിക്കയറിയതെന്നും ടൈംസ് വ്യക്തമാക്കി. അതിനിടെ ടെക്സാസിൽ അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ തകർന്ന് 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ മുങ്ങി എണ്ണച്ചോർച്ച രൂക്ഷമായതോടെ വിപണിയിലെ മത്സ്യങ്ങളുടെ ഗുണനിലവാര പരിശോധന ആരംഭിച്ചു. റാസ് മദ്രാക്കിലും മസ്രാഹ് ദ്വീപിലും കിലോമീറ്ററുകളോളം തീരത്ത് എണ്ണയടിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഭക്ഷ്യസുരക്ഷാ കേന്ദ്രത്തിന്റെ നടപടി. എണ്ണ പടർന്ന മേഖലകളിൽ മീൻ പിടിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമുദ്രജീവികളുടെ ജീവന് ഭീഷണിയുള്ളതിനാൽ കടലിൽ നിറവ്യത്യാസമോ അസാധാരണ ഗന്ധമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിവരമറിയിക്കാനും നിർദ്ദേശമുണ്ട്. പരിശോധനകൾ കർശനമാക്കി വിപണിയിലെത്തുന്ന മീനുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം ആകാശത്ത് വെച്ച് പൊടുന്നനെ 300 അടിയോളം താഴേക്ക് പതിച്ച സംഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെ നടപടിയുണ്ടായേക്കും. വീഴ്ചകളിൽ എയർ ഇന്ത്യ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൈലറ്റ്മാർക്കും എയർ ഇന്ത്യ ലഹരി പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ ദുരന്തത്തിന്റെ ഓർമ്മ മാഞ്ഞിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടും കാത്തിരിക്കുകയാണ്. അതിനിടെയാണ് മറ്റൊരു എയർ ഇന്ത്യ ദുരന്തം ഭാഗ്യവശാൽ ഒഴിവായത്. ലാൻഡിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾക്കടക്കം തകരാറുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഓട്ടോ പൈലറ്റ് സംവിധാനത്തിലും പ്രശ്നങ്ങൾ കാണിച്ചിരുന്നു. മറുവശത്ത് ക്യാപ്റ്റനും ഇപ്പോൾ സംശയ നിഴലിലാണ്. ലാൻഡിംഗിന് പിന്നാലെ നടത്തിയ ലഹരിമരുന്ന് പരിശോധനയിൽ ക്യാപ്റ്റൻ പരാജയപ്പെട്ടു. കഞ്ചാവ് ഉപയോഗിച്ചോ എന്നാണ് സംശയം. എന്നാൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഉറക്കം വരാനുള്ള മരുന്ന് കഴിച്ചിരുന്നെന്നുമാണ് ക്യാപ്റ്റൻ മൊഴി നൽകിയത്. ഇതാണ് ലഹരിയായി കണ്ടെത്തിയതെന്നാണ് വാദം. യാത്രക്കിടെ അരമണിക്കൂറോളം ഉറങ്ങി. ശുചിമുറിയിൽ പോയി വന്ന ശേഷം സഹ പൈലറ്റിന്റെ പുറകിൽ നിൽക്കുമ്പോഴാണ് വിമാനം താഴ്ന്നതെന്ന് പൈലറ്റ് മൊഴി നൽകി. വീഴ്ച ആരുടേതാണെങ്കിലും കർശന നടപടി വേണമെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടരുതെന്നും എയർ ഇന്ത്യയോട് വ്യോമയാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. 24 മുംബൈ. E20 പെട്രോൾ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാക്കുമെന്ന് വാഹന നിർമ്മാതാക്കളുടെ കൂട്ടായ്മയുടെ കണ്ടെത്തൽ. മാരുതി, മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് അടക്കമുള്ളവരുടെ കൂട്ടായ്മ നടത്തിയ പഠനത്തിലാണ് നിർണായക കണ്ടെത്തൽ. വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് രേഖകൾ പുറത്തുവിട്ടത്. ജൂലൈ 28 നിർമ്മാതാക്കൾ കേന്ദ്ര സർക്കാരിനെ ആശങ്ക അറിയിച്ചു. പിന്നീട് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ യുവപ്രതിഭകളെ ആദരിച്ച് GDRFA ദുബായ് യുവാക്കളുടെ വിവിധ ആശയങ്ങളും നേട്ടങ്ങളും ചടങ്ങിൽ പങ്കുവച്ചു. യുവാക്കളുടെ പങ്കാളിത്തത്തിലൂടെ സ്ഥാപനത്തിന്റെ തുടർച്ചയായ വികസനവും മികവും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് ആസ്ഥാനത്താണ് യുവജന ദിനാഘോഷം സംഘടിപ്പിച്ചത്. GDRFA ദുബായ് യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. യുവാക്കളെ ഭാവിയിലെ നേതാക്കളായി വളർത്തിയെടുക്കുന്നതിനും സ്ഥാപനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഭാഗമായിട്ടായിരുന്നു പരിപാടി നടത്തിയത്. GDRFA ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഒബൈദ് മുഹയ്യർ ബിൻ സുറൂർ, വിവിധ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി യൂത്ത് കൗൺസിലിന്റെ വിവിധ പ്രവർത്തനങ്ങളും പദ്ധതികളും അവയുടെ നേട്ടങ്ങളും വിശദീകരിക്കുന്ന പ്രദർശനവും നടന്നു.
യുവാക്കളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വിവിധ ആശയങ്ങളും പദ്ധതികളും അവ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സംഭാവനകളും പ്രദർശനത്തിൽ അവതരിപ്പിച്ചു. GDRFA ദുബായിലെ ആകെ ജീവനക്കാരിൽ 36% യുവാക്കളാണ്. ഇവരിൽ 96 പേർ സൂപ്പർവൈസറി നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. യുവാക്കൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകാനും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളികളാകാനും അവസരം നൽകുന്നതിന്റെ തെളിവാണിതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ചടങ്ങിൽ യൂത്ത് ഇമ്പാക്ട് പദ്ധതിയിലെ 12 ജീവനക്കാരെയും ആദരിച്ചു. ഇതിൽ 7 പേർ 80%-ലധികം സ്കോർ നേടി ഡിസ്റ്റിംഗ്വിഷ്ഡ് വിഭാഗത്തിലും 5 പേർ 70 മുതൽ 80% വരെ സ്കോർ നേടി അഡ്വാൻസ്ഡ് വിഭാഗത്തിലും ഇടം നേടി. 24 ദുബായ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ് ബോർഡിൽ നിയമിതനായി ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വാലിൽ. മന്ത്രിമാർ, ആഗോള സിഇഒമാർ എന്നിവരടങ്ങുന്ന സമിതിയിലേക്കാണ് ഡോക്ടർ ഷംഷീർ ഫോറം നിർദ്ദേശിച്ചത്. രോഗി കേന്ദ്രീകൃത പരിചരണ മാതൃകകൾക്കായി ആഗോള നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഷംഷീർ വാലിൽ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ ആരോഗ്യ മേഖലയിൽ നൽകിയ സംഭാവനകളും അനുഭവ സമ്പത്തും പരിഗണിച്ചാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വയലിനെ നിയമിച്ചത്. ഫോറത്തിന്റെ സെന്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇനിഷ്യേറ്റീവ് ഡിജിറ്റൽ ആരോഗ്യം, ആരോഗ്യ ഡാറ്റ, നിർമ്മിത ബുദ്ധി, പുതിയ പരിചരണ മാതൃകകൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള ആഗോള പൊതു സ്വകാര്യ കൂട്ടായ്മയാണിത്. വ്യക്തിഗത പരീക്ഷണങ്ങൾക്കപ്പുറം ആരോഗ്യ മേഖലയിലുടനീളം ഉത്തരവാദിത്വത്തോടെയുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കലാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യം. ചീഫ് എക്സിക്യൂട്ടീവുകൾ, മന്ത്രിമാർ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ തലവന്മാർ എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ഡോക്ടർ, സംരംഭകൻ, നിക്ഷേപകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിലുള്ള സമഗ്ര പശ്ചാത്തലമാണ് കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ ഷംഷീറിൻ്റേത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരുന്ന ബുർജിൽ ഹോൾഡിംഗ്സ് ഏകോപിത ആരോഗ്യ ശൃംഖല, സങ്കീർണ പരിചരണ സംവിധാനങ്ങൾ, ക്ലിനിക്കൽ സാങ്കേതിക വിദ്യകൾ, AI സംയോജനം എന്നിവയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ആരോഗ്യവും AIയും മാനുഷിക ലക്ഷ്യങ്ങളോടെ വിന്യസിക്കുമ്പോൾ മാത്രമേ വലിയ മാറ്റങ്ങൾ ഉണ്ടാകൂ എന്നും രോഗി കേന്ദ്രീകൃത പരിചരണ മാതൃകകൾക്കായി ആഗോള നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ആരംഭിച്ച ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവിൽ ഇതിനകം 200-ലധികം സംഘടനകൾ പങ്കാളികളായിട്ടുണ്ട്. 24 ദുബായ്. അമേരിക്കയിലെ നെബ്രാസ്കയിൽ നടന്ന USA റോളർ സ്കേറ്റിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മലയാളി വിദ്യാർത്ഥിനിക്ക് സുവർണ നേട്ടം. 11-കാരിയായ ശ്വിക അരുണാണ് US റോളർ സ്കേറ്റിംഗ് ദേശീയ ചാമ്പ്യനായി കിരീടമണിഞ്ഞത്. വേൾഡ് ഫ്രീ സ്റ്റൈൽ മിനി വിഭാഗത്തിലാണ് ശ്വിക ഈ നേട്ടം കരസ്ഥമാക്കിയത്. ആഗോളതലത്തിൽ 1-ാം സ്ഥാനവും US കിരീടവും സ്വന്തമാക്കുന്ന ഈ മലയാളി ബാലികയുടെ നേട്ടം അമേരിക്കൻ സ്കേറ്റിംഗ് ചരിത്രത്തിൽ തന്നെ ഇടം നേടുകയാണ്. തുടർച്ചയായി 4 വർഷമായി US ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഈ മിടുക്കി മുൻപ് വെങ്കലവും വെള്ളിയും നേടിയിരുന്നു. നേരത്തെ ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും ശ്വിക സ്വർണം നേടിയിരുന്നു. കണ്ണൂർ ചാല സ്വദേശിയായ അരുൺ ആയില്യത്ത് കീഴടത്തിന്റെയും അനീഷ കരുണന്റെയും മകളാണ് ശ്വിക. സ്കേറ്റിംഗിന് പുറമെ നൃത്തം, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ തുടങ്ങിയ കലാകായിക മേഖലകളിലും ശ്വിക തന്റെ അസാമാന്യ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ദിസ് ഇസ് മിതു മാമച്ചൻ സൈനിങ് ഓഫ് ഫ്രം മെക്സിക്കോ. 24 USA. ആകാശത്ത് വെച്ച് ഓണസദ്യ ഒരുക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓഗസ്റ്റ് 31 വരെ സദ്യ ലഭ്യമാകും. സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. ഓണക്കാലത്ത് വിമാനത്തിലിരുന്നും സദ്യയുണ്ണാം. കേരളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ആകാശത്ത് വെച്ച് ഓണമുണ്ണാൻ അവസരമൊരുക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓഗസ്റ്റ് 15 മുതൽ 31 വരെ യാത്ര ചെയ്യുന്നവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ഓണസദ്യ മുൻകൂർ ബുക്ക് ചെയ്യാം. യാത്രയ്ക്ക് 18 മണിക്കൂർ മുൻപ് ബുക്കിംഗ് നടത്തിയിരിക്കണം.
ഓണത്തിൻ്റെ അനുഭൂതി തെല്ലും കുറയാതെ വാഴയിലയിൽ മട്ട അരി, നെയ്, പരിപ്പ്, തോരൻ, എരിശ്ശേരി, അവിയൽ, കൂട്ടുകറി, സാമ്പാർ, ഇഞ്ചിപ്പുളി, മാങ്ങാച്ചാർ, ഏത്തയ്ക്ക ഉപ്പേരി, ശർക്കര വരട്ടി, പാലട പ്രഥമൻ തുടങ്ങിയവയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആകാശത്തൊരുക്കുന്ന ഓണസദ്യയിലുള്ളത്. കസവ് കരയുടെ ഡിസൈനിൽ തയ്യാറാക്കിയ പ്രത്യേക പാക്കറ്റുകളിലാണ് ഓണസദ്യ യാത്രക്കാരുടെ കയ്യിലെത്തുന്നത്. 500 രൂപയാണ് വില. സർവീസിന്റെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. എയർ ഇന്ത്യ ഗ്രൂപ്പ് മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ്, ലോയൽറ്റി മേധാവി സുനിൽ സുരേഷും ചടങ്ങിൽ പങ്കെടുത്തു. ആകാശത്ത് ഓണസദ്യ ഒരുക്കുന്നത് കേരളത്തിന്റെ തനതാഘോഷമായ ഓണത്തെ ലോകമൊട്ടാകെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നായി മാസം തോറും 2850ഓളം വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന മലയാളികൾക്കാണ് ഈ സേവനം കൂടുതൽ ഉപകാരപ്രദമാവുക. 24 ദുബായ്. CPIMന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ തുടങ്ങിയ ഇസ്ലാമിക് ബാങ്കിംഗ് സംരംഭമായ ഹലാൽ ഫായിദ സഹകരണ സംഘത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. പലിശരഹിത ബാങ്കിംഗ് സംവിധാനമായി തുടങ്ങിയ ഹലാൽ ഫായിദയിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ലെന്ന് ആരോപിച്ചാണ് നിക്ഷേപകൻ പരാതി നൽകിയത്. പരാതി വിവാദമായതിനു പിന്നാലെ നാസറിന് പണം തിരികെ നൽകി. 9 വർഷം മുമ്പ് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതായതോടെയാണ് മയ്യിൽ സ്വദേശി നാസർ തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ മുഖേന മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം കൂട്ടുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി 2017 ഡിസംബറിലാണ് പലിശരഹിത ബാങ്കിംഗ് രീതിയിൽ ഹലാൽ ഫായിദ സഹകരണ സംഘത്തിന് CPM തുടക്കം കുറിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു ഉദ്ഘാടകൻ. ചീഫ് പ്രൊമോട്ടറായി അന്നത്തെ DYFI ജില്ലാ ഭാരവാഹിയായിരുന്ന M ഷാജറിനെയാണ് നിയോഗിച്ചത്. ബീഫ് കയറ്റുമതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. നിക്ഷേപം സ്വീകരിച്ച് ഓഫീസൊക്കെ തുറന്നെങ്കിലും വൈകാതെ പൂട്ടി. വർഷം 9 കഴിഞ്ഞിട്ടും നിക്ഷേപത്തുക തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ഹലാൽ ഫായിദ എന്ന ഒരു ബാങ്കാണ്, അതായത് പലിശരഹിത ബാങ്ക്. ഷെയറാണ് എല്ലാവരും എടുക്കുന്നത്. ഫസ്റ്റിൽ ഷെയറാണ്. അതിൽ ഞാൻ 1 ലക്ഷം രൂപയുടെ ഷെയർ എടുത്തത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടീൻ്റെ ആൾക്കാരുടെ എല്ലാവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് എൻ്റെ കാശ് എനിക്ക് തിരിച്ചു തരാനുള്ള വഴി ഒന്ന് നോക്കണം. P ജയരാജേട്ടനെ വിളിച്ചു. അപ്പോൾ ജയരാജേട്ടൻ അന്ന് പറഞ്ഞത് MV ജയരാജനായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയാണ് ജില്ലാ സെക്രട്ടറി. M ഷാജർ ചീഫ് പ്രൊമോട്ടറായിട്ടുള്ള 11 അംഗ കൂട്ടായ്മയായിരുന്നു ഹലാൽ ഫായിദയുടെ ഭരണസമിതി. 5 കോടിയോളം രൂപ സമാഹരിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ വരവ് ചെലവ് കണക്ക് എവിടെയും അവതരിപ്പിച്ചിട്ടില്ല. സംഘം പൊളിഞ്ഞതിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നാസറിന്റെ പണം തിരികെ നൽകി. ഒന്നും പറയാനില്ലെന്നായിരുന്നു M ഷാജറിന്റെ പ്രതികരണം. 24 കണ്ണൂർ. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനത്തിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുതലപ്പുഴയിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ഉടൻ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തും കൊല്ലത്തും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്ന സംഭവം ആവർത്തിക്കുന്നതിനിടയിലാണ് രക്ഷാപ്രവർത്തനത്തിനടക്കം സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. അപകട സാധ്യത കൂടിയ മുതലപ്പുഴ അടക്കമുള്ള മേഖലകളിൽ സ്ഥിരം സംവിധാനം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് പര്യാപ്തമല്ല. കുറച്ചുകൂടി ഫലപ്രദമായി, കുറച്ചുകൂടി ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ബാക്കി വിദഗ്ധരുമായിട്ട് കൂടി ആലോചിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ, ഒരാളെ കാണാതായി കഴിഞ്ഞാൽ, കടലിൽ കാണാതായി കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ മിനിറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യും. 3 പേരെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ വികാരം ഉൾക്കൊള്ളുന്നുവെന്നും മുഖ്യമന്ത്രി. വിഴിഞ്ഞം, മുതലപ്പുഴ എന്നിവിടങ്ങളിൽ കടലിൽ കാണാതായ ജോൺ, ഷിജിൻ എന്നിവർക്കായും നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതമനായും തെരച്ചിൽ 13ാം ദിവസവും പുരോഗമിക്കുകയാണ്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഫിഷറീസ് വകുപ്പിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും അംഗങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. സ്കൂബ ടീമും നാവികസേന കപ്പലും എത്തി തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനാകാത്തതിൽ കുടുംബങ്ങൾക്കും ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇനിയും അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എക്സ്പോകളിലൊന്നായ കോഡ് റെൻവി എക്സ്പോ കൊച്ചിയിൽ നടക്കും. സെപ്റ്റംബർ 11, 12, 13 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിപാടി. കോൺഫെഡറേഷൻ ഓഫ് റിന്യൂവബിൾ എനർജിയാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ കമ്പനികൾ, നിർമ്മാതാക്കൾ, EPC കമ്പനികൾ,
സാങ്കേതിക വിദ്യ ദാതാക്കൾ, വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉള്ളവർ എക്സ്പോയുടെ ഭാഗമാകും. പരിപാടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ക്ലീൻ എനർജി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, സാങ്കേതിക നവീകരണത്തിന് പിന്തുണ നൽകുക, വ്യവസായ വളർച്ച ശക്തിപ്പെടുത്തുക, പുനരുപയോഗ ഊർജ്ജ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. 75% പുറത്തുനിന്ന് മാത്രം പവർ കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിൽ നമുക്ക് പവർ കിട്ടുന്നുള്ള അവസ്ഥ ഉണ്ട്. കേരളത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ റിന്യൂവബിൾ എനർജി. അത് കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം ഒട്ടാകെ നമുക്ക് റിന്യൂവബിൾ എനർജി മാത്രമാണ് ഫ്യൂച്ചർ. കേരളത്തിൽ ഏകദേശം 2500 മെഗാവാട്ട് അടുപ്പിച്ചാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ ഷോർട്ട് പീരീഡിൽ വന്നതാണ്. പുതിയ ടെക്നോളജീസ്, പുതിയ സംഭവങ്ങൾ, റിന്യൂവബിൾ എനർജി വളർത്താനുള്ള ഒരു അവസരമായിരിക്കും ഈ എക്സ്പോ എന്നുള്ളതിൽ സംശയമില്ല. തിരികെ വാർത്തകളിലേക്ക്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ വെല്ലുവിളിച്ചും അഴിമതി ആരോപണം ഉന്നയിച്ചു മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. തനിക്കെതിരായി ആരോപണം തുടർന്നാൽ തെളിവുകൾ പുറത്തുവിടുമെന്നും വെല്ലുവിളി. ഗണേഷ് കുമാറിന് മറുപടി നൽകേണ്ടതില്ല എന്നാണ് സുകുമാരൻ നായരുടെ തീരുമാനം. ഗണേഷ് കുമാറിനെ NSSൽ നിന്ന് പുറത്താക്കണമെന്ന് കൊട്ടാരക്കര താലൂക്ക് കരയോഗം യൂണിയൻ. ജി സുകുമാരൻ നായരുമായി പരസ്യപ്പോരിലേക്ക് കടന്നിരിക്കുകയാണ് ഗണേഷ് കുമാർ. പദവി ഉപയോഗിച്ച് കുടുംബത്തിലെ 43 പേർക്ക് ജോലി നൽകിയെന്ന ആരോപണം. കൊച്ചുമകന് ജോലി നൽകിയതും മകളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചതും എങ്ങനെയെന്ന് ചോദ്യം. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് ബന്ധുക്കൾക്ക് കൊടുക്കുന്നല്ലേ പറയുന്നത്. ഞാൻ മക്കൾക്കൊന്നും കൊടുത്തില്ല. കൊച്ചുമോന് 2 മാസം മുമ്പ് ലാബ് അസിസ്റ്റന്റായിട്ട് +2 ജോലി കൊടുത്തിട്ടുണ്ട്. കൊച്ചുമോന്, മകളുടെ മകന്. NSSന് പുറത്തുനിന്ന് പോകില്ലെന്നും മര്യാദകേട് തുടർന്നാൽ പറയാനുള്ളത് വിളിച്ചു പറയുമെന്നും വെല്ലുവിളി. ഇനി പറയാനുള്ളത് ജനങ്ങളോട് പറയും, ജനകീയ കോടതിയിൽ പറയും. ജനങ്ങൾ അത് ശരിയോ എന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. കേസ് കൊടുത്താൽ NSSന്റെ പണമാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഞാൻ വക്കീലിന് കൊടുക്കുന്നതിന് എനിക്ക് വിഷമമില്ല ആ പോരാട്ടത്തിൽ. പക്ഷേ ഇദ്ദേഹം ഇത് ഓസിനടിക്കും. എന്നാൽ സുകുമാരൻ നായർ ഈ ആരോപണങ്ങളോട് മുഖം തിരിക്കുകയാണ്. ഗണേഷ് കുമാർ മറുപടി അർഹിക്കുന്നില്ലെന്നാണ് പ്രതികരണം. 24 കോട്ടയം. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.